ഏവിയേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സുധിച്ചേട്ടനും മോനും തന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്നാണ് രേണു പറയുന്നത്. കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് അവർക്ക് വേണ്ടി താൻ ജീവിച്ചത്. ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലിയും ശരിയായി. സുധിച്ചേട്ടന്റെ ഫ്രണ്ട് അവിടെയുണ്ട്. ഭാര്യയെ വിട്ടുള്ളൂ, ജോലി സെറ്റാണെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അന്ന് കിച്ചു കുഞ്ഞാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛാ, ഈ അമ്മയെ നമുക്ക് ഇപ്പോൾ കിട്ടിയതല്ലേ, അമ്മയെ ജോലിക്ക് വിടേണ്ട, അമ്മ വേറെ സ്ഥലത്തും നമ്മൾ രണ്ടുപേരും വേറെ സ്ഥലത്തുമാകുമെന്ന് കിച്ചു പറഞ്ഞു. നിങ്ങളാണ് തനിക്ക് വലുത്, നിങ്ങൾ മതിയെന്ന് തീരുമാനിച്ചുകൊണ്ട് താൻ ആ ജോലിക്ക് പോയില്ലായിരുന്നു എന്നാണ് രേണു പറയുന്നത്. കിച്ചുവിന് അമ്മയില്ലായിരുന്നു. താൻ വന്നപ്പോൾ അവൻ തന്നെ കണ്ടത് അമ്മയായിട്ടാണ്. അതുകൊണ്ട് തന്നെ താൻ ആ ജോലി വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും രേണു സുധി പറയുന്നു. സുധിച്ചേട്ടനും താനും തമ്മിൽ 7 വർഷത്തെ ബന്ധം മാത്രമാണുള്ളത്. അതിനു മുൻപത്തെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും തനിക്കറിയില്ല. മഴവിൽ മനോരമയിലെ ഷോ എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് തനിക്ക് സുധിച്ചേട്ടനെ കിട്ടുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് കുഞ്ഞുണ്ടായി. അതിനിടെ ലോക്ക്ഡൌൺ വന്നു. ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. സുധിച്ചേട്ടൻ പണം കണക്ക് പറഞ്ഞു വാങ്ങുന്ന ആളായിരുന്നില്ല. കൂടെയുള്ളവരും ഇക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും രേണു സുധി വ്യക്തമാക്കുന്നു.